പ്രധാനമന്ത്രിമാരെ വരെ കൊന്നിരിക്കുന്നു. പിന്നെയല്ലേ ഒരു റിട്ടയർഡ് ഡിവൈസ്. കൊല്ലാൻ ഒരുത്തൻ തീരുമാനിച്ചാൽ ചാവാൻ അവന് ധൈര്യമുണ്ടെങ്കിൽ പിന്നെ അവനെ തടയാൻ ആർക്കും പറ്റില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമേ കൃത്യമായൊരു നിഗമനത്തിലെത്താൻ കഴിയൂ. സാഹചര്യ തെളിവുകൾ കൊലപാതകത്തിലേക്കാണ് നയിക്കുന്നത്. അല്ല, ന്യൂസിൽ അങ്ങനെയാ പറയുന്നത്. ശത്രുക്കൾ ഒരുപാട് കാണുമല്ലോ, അവരാരെങ്കിലും ചെയ്തായിരിക്കും. മരിച്ചതേ കാക്കി ഇട്ടിരുന്ന ഒരാളാ. പോലീസുകാർ വെറുതെ ഇരിക്കുവോ? അപ്പച്ചി, റിട്ടയർ ചെയ്ത പോലീസുകാരന് ഒരു വിലയില്ല. ഓ, നടേശൻ അങ്ങനെ ഒരു ഓഫീസർ ആയിരുന്നോ? ടെററായിരുന്നു എന്നാ കേട്ടിട്ടുള്ളത്. ആൾക്കിപ്പോഴും ഡിപ്പാർട്ട്മെന്റിൽ നല്ല സ്വാധീനം കാണും. ഒന്ന് നിർത്താവോ? നേരം എടുത്തല്ലേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി ചർച്ച, അത് മരണത്തെക്കുറിച്ച്. തെറ്റ് ചെയ്യുന്നവർ മരണത്തെ പേടിക്കണം. അവസാനത്തെ ശിക്ഷ അതാണല്ലോ. ഏയ്, മരണം ഒരു ശിക്ഷയല്ല, രക്ഷയാ. അതോടെ തീർന്നില്ലേ എല്ലാം? ഇവിടെ മരിക്കല്ലേ വേണ്ടത്, കിടന്ന് നരകിക്കണം. എന്നിട്ടേ ചാവാവൂ. അല്ല, അതങ്ങനെ വരൂ. നടേശന് കിട്ടിയതുപോലൊരു മരണം ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ. നരകിച്ച് ചാവും. നരകിച്ച് ചാവും. നോക്കിക്കോ. ഞാൻ നരയിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഞാൻ പോലും അതിൽപ്പെടും. മകളല്ലേ? അതെ, ഇവിടെ നോക്കൂ. പോസ്റ്റ്മോർട്ടം തുടങ്ങാം. എന്തായി? തുടങ്ങിയോ? തുടങ്ങി. ആ വക്കീലെന്തിനാ എവിടെ നിൽക്കുന്ന? നിന്റെ ദുഃഖം കണ്ട് സന്തോഷിക്കാനാണോ? ആയിരിക്കും. അയാൾ നിന്നെ ആശ്വസിപ്പിച്ചോ? ആശ്വസിപ്പിക്കാതിരിക്കൂ. അതിൽ പക്ഷെ ആത്മാർത്ഥത ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച എനിക്കറിയില്ല. അയാളുടെ മനസ്സിൽ അവളാണല്ലേ ഓ ദേവിക? അതെ. പിന്നെ എന്തിനാടി നീ അവന്റെ പിറകെ നടക്കുന്നേ? അവനേക്കാൾ കൊള്ളാവുന്ന എത്രയോ പേരെ നിനക്ക് വേറെ കിട്ടും. സിദ്ധുവിനെക്കാളും കൊള്ളാവുന്ന ഒരുപാട് പേരെ കിട്ടുമായിരിക്കും. അതൊന്നും പക്ഷെ സിദ്ധുവേട്ടനാവില്ലല്ലോ റൂബി. എനിക്ക് വേണ്ടത് സിദ്ധുവേട്ടനെയാ. പ്രാർത്ഥിക്ക, അല്ലാതെ വേറൊരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അച്ഛന്റെ കൂടെ ഇന്നലെ രാത്രി നിന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവൂലെന്ന് തോന്നുന്നുണ്ടോ നിനക്കിപ്പോ? ആശുപത്രിയിൽ നീ നിൽക്കണമായിരുന്നു. ഞാൻ അതിന് തയ്യാറായിരുന്നല്ലോ. അച്ഛൻ തന്നെയല്ലേ അതിന് സമ്മതിക്കാതിരുന്നത്? സമയമായി. അത് അച്ഛൻ അങ്ങനെയൊക്കെ തോന്നാനും എനിക്കതനുസരിക്കാനും തോന്നിയത്. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താ പ്രയോജനം? നീ എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്തു തന്നാ മതി. എന്റെ അച്ഛനെ കൊന്ന അവളെ വെറുതെ വിടരുത്.
അവള് ജയിലിൽ കിടക്കുന്നത് എനിക്ക് കാണണം. വിഷമിക്കണ്ട, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. നിന്റെ അച്ഛന്റെ മരണത്തിന് കണക്ക് പറയിപ്പിക്കാതെ ഒരുത്തിയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അതെന്റെ വാക്കാ, നിന്റെ പഴയ സഹപാഠി റൂബിയുടെ വാക്ക്. ഞാനിപ്പോ വരാം. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം തുടങ്ങുക. അസ്വാഭാവിക മരണമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്തേക്ക് അന്വേഷിക്കാനും മാത്രം എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ഉള്ളതുകൊണ്ടാണല്ലോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓ, പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനു മുൻപ് മാഡത്തിന് എങ്ങനെയായി വിവരങ്ങളൊക്കെ കിട്ടുന്നത്? അതൊന്നും വക്കീൽ അറിയണ്ട. പ്രതി ആരായാലും ഞങ്ങൾ പിടിച്ചിരിക്കും. ഓ, അപ്പൊ ഇത് കൊലപാതകമാണോ? എന്താ, ആയിക്കൂടെ? അല്ല മാഡം, ആശുപത്രി വെച്ചല്ലേ മരണം നടന്നിരിക്കുന്നത്. അത് പിന്നെ എങ്ങനെയാ കൊലപാതകമാവുന്നത്? അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ സർക്കാർ ശമ്പളം തന്ന് ഞങ്ങളെപ്പോലുള്ളൊരു ജോലിക്ക് വെച്ചിരിക്കുന്നത്. എന്റെ ജോലിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നിങ്ങൾ കണ്ടെത്തുന്ന പ്രതികളെ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ രക്ഷിക്കാനും ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുമാ എന്നെപ്പോലുള്ളവർ ശ്രമിക്കുന്നത്. ഈ കേസിൽ ഞാൻ കണ്ടെത്താൻ പോകുന്ന പ്രതിയെ രക്ഷിക്കാൻ ഒരു വക്കീലിനും സാധിക്കില്ല. കാരണം അത്ര കൃത്യമായിട്ടായിരിക്കും ഞാൻ കേസ് ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. പെർഫെക്റ്റ് ആയ അന്വേഷണം, ഷാർപ്പായ തെളിവുകൾ, ഒരു കുറ്റവും ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത കുറ്റപത്രം. ഇതൊക്കെ ആയിരിക്കും ഈ കേസിന്റെ പ്രത്യേകതകൾ. ആ, നല്ലത്. അങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷേ ഒരു സംശയം. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? മാഡത്തിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നത് എന്താണെന്നറിയോ? ഈ കുറ്റം ചെയ്തത് ഞാനാണെന്നാ. കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിലാ ഞാൻ. എന്റെ മുന്നിലിപ്പോ പ്രതികൾ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാരെയും സംശയിക്കുന്നുണ്ട്. അതിനുള്ള അവകാശം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. അല്ല, പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും ധാരണ കിട്ടിയോ? ചില സംശയങ്ങളുണ്ട്. അത് ശരിയാണോ അല്ലേന്ന് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ അറിയാം. ആ സർ. ഇല്ല സർ. ആ, തുടങ്ങി. പോലീസ് ഈ വീട്ടിലേക്ക് കയറി വരില്ലായിരിക്കും അല്ലേ അച്ഛാ? എന്തിനാ മോളെ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, അച്ഛനാ രാത്രി എങ്ങോട്ടാ പോയേ? ജംഗ്ഷൻ വരെ. ജംഗ്ഷനിലേക്കല്ല, വേറെ എവിടെയോ പോയി.